തീ എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യമല്ല. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് തീ കൊണ്ടാണെങ്കിലും വെള്ളം കൊണ്ടാണെങ്കിലും അത് ഇതിനു മുമ്പ് പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ലണ്ടൻ നഗരത്തിൽ ഒരു വലിയ തീ 1666 സെപ്റ്റംബറിൽ നടന്നിരുന്നു. ബ്ലാക്ക് പ്ലേഗ് എന്ന് പറയുന്ന വലിയ മഹാമാരി ലണ്ടൻ നഗരത്തെയും ലോകത്തെ മുഴുവനും വിഴുങ്ങിയ ഒരു സമയത്തായിരുന്നു. ഏകദേശം 13,000 വീടുകളാണ് അന്ന് കത്തി നശിച്ചത്. അനേകർ മരിച്ച ഒരു വലിയ ഒരു തീപിടുത്തം തന്നെയായിരുന്നു. അതിനുശേഷം ഏകദേശം 30 വർഷമെടുത്തു ലണ്ടൻ നഗരത്തെ പുതുക്കി പണിയുന്നതിന് വേണ്ടി. 1835 ദ ഗ്രേറ്റ് ഫയർ ഓഫ് ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു വലിയ തീപിടുത്തം ന്യൂയോർക്ക് നഗരത്തിൽ ഉണ്ടായത്. കോളറ പനി എന്ന് പറയുന്ന പനി ലോകം മുഴുവനും വ്യാപരിച്ച് മഹാമാരി ആയിരിക്കുന്ന സമയം ന്യൂയോർക്കിലും വളരെ ശക്തമായ കോളറ പനി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസംബർ മാസം 16-ാം തീയതി മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രിയിൽ വളരെ ശക്തമായ ഒരു തീ ന്യൂയോർക്ക് പട്ടണത്തിൽ പുറപ്പെടുവാനായി തുടങ്ങി. ഏകദേശം 17 ബ്ലോക്കുകളാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ അന്ന് കത്തി അമർന്നത്. ഈ തീപിടുത്തത്തോടുകൂടിയാണ് അമേരിക്കയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വാട്ടർ സിസ്റ്റം, എങ്ങനെയും വെള്ളം എവിടെയും എത്തിക്കാമെന്നുള്ള രീതിയിലുള്ള ചിന്തകളും പ്ലാനുകളും ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നു. 1871 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ഷിക്കാഗോ എന്നുള്ള പേരിൽ ഷിക്കാഗോ നഗരത്തിൽ മുഴുവനും തീപിടിച്ചത്. ഏകദേശം നഗരത്തിൻ്റെ 1/3 കത്തിച്ചാമ്പലായി എന്നുള്ളതാണ് ചരിത്രരേഖകൾ നമ്മളോട് പറയുന്നത്. 1,00,000 പേരുടെ വീട് നഷ്ടപ്പെട്ടു. ഏകദേശം 300 പേര് ആ തീപിടുത്തത്തിൽ മരിച്ചിരുന്നു. ഷിക്കാഗോ എന്ന് പറയുന്ന ആ പട്ടണം പിന്നീട് ഏറ്റവും വ്യാവസായികമായ രീതിയിൽ മുൻപന്തിയിൽ വരാനുള്ള കാരണവും ആ തീപിടുത്തം തന്നെയായിരുന്നു, അതിനുശേഷം നടന്ന പണികളായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് അറിയിക്കുന്ന വസ്തുത. അങ്ങനെ എത്രയോ പട്ടണങ്ങൾ പുരാതന സമയത്തും ആധുനിക സമയത്തും ഇപ്പോഴും തീ മൂലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കത്തി ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു. BC 1900 ആണ്ടിലാണ് സോദോം ഗൊമോറ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെയും ജോർദാൻ്റെയും ഇടയിലുള്ള ചാവുകടലിൻ്റെ തീരത്തുള്ള ആ പ്രദേശം കത്തി അമർന്നത്. ആ 2 നഗരങ്ങളെയും തീയിട്ടത് ദൈവം തന്നെയാണെന്ന്, സ്വർഗത്തിൽ നിന്ന് തീയും സൾഫറും കൂടെ പെയ്തിറങ്ങി എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. ആ 2 രാജ്യങ്ങളുടെ പട്ടണങ്ങളുടെ അവരുടെ അതിക്രമം, അവരുടെ പാപം വളരെ വലുതായിരുന്നതിനാൽ ദൈവം തന്നെ നേരിട്ട് ആ 2 പട്ടണങ്ങളെയും ചുട്ടുകളഞ്ഞു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം AD 64 റോം നഗരം ചുട്ട് ചാമ്പലാക്കപ്പെട്ടത് ചരിത്രത്തിൽ നിന്നും നമ്മൾ വായിച്ചിട്ടുള്ള വസ്തുതയാണല്ലോ. റോമിൽ 14 പട്ടണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 10 ചുട്ട് ചാമ്പലായി. ഏകദേശം 71% പട്ടണവും കത്തിയമർന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഇത് യഥാർത്ഥമായും റോം ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തി തന്നെ ഇട്ട തീയാണെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്ന വസ്തുത. കാരണം റോമൻ പട്ടണത്തെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള കെട്ടിടങ്ങളെ മോടി പിടിപ്പിക്കുന്നതിന് പകരമായി ഉള്ളതിനെ കത്തിച്ച് പുതിയതുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ, ഗ്രീക്ക് രീതിയിൽ പണിയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നീറോ ചക്രവർത്തി തന്നെയാണ് ഈ പട്ടണത്തിന് തീയിട്ടതെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റോം കത്തിയ സമയത്ത് നീറോ ചക്രവർത്തിക്ക് വീണവായന എന്നുള്ള പഴഞ്ചൊല്ല് പോലും നമ്മുടെ മുൻപിൽ ഇപ്പോൾ പോലും പ്രചാരമായ പഴഞ്ചൊല്ലായി നിൽക്കുന്നത്. റോമാനഗരം കത്തി അമർന്നതിൻ്റെ കുറ്റം അദ്ദേഹം തന്നെ കത്തിച്ചതാണെങ്കിലും അദ്ദേഹം അത് ക്രിസ്ത്യാനികളുടെ തലയിലിട്ടു. അപ്പോസ്തലനായ പൗലോസ് തുടങ്ങി അനേക ദൈവ പുരുഷന്മാർ, സ്ത്രീകൾ തങ്ങളുടെ ജീവൻ കൊടുക്കേണ്ട അവസ്ഥ വരെ, അല്ലെങ്കിൽ രക്തസാക്ഷികളായി തീരേണ്ട അവസ്ഥകൾ ആ സമയങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ചരിത്രം നമ്മളോട് പറയുന്നു. അങ്ങനെ എത്രയോ നഗരങ്ങൾ മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ്റെ അബദ്ധം കൊണ്ടും ദൈവത്തിൻ്റെ ന്യായവിധി കൊണ്ടുമൊക്കെ ഈ ഭൂമിയിൽ കത്തി അമർന്നിരിക്കുന്നു. ഇന്ന് കാലിഫോർണിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത് US-ൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീയാണ്. ഏകദേശം 30,000 ഏക്കർ ഇതിനോടകം കത്തിക്കഴിഞ്ഞു. $57 ബില്യൺ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഏകദേശം 1,80,000 പേര് ഇവാക്യുവേറ്റഡായി ഭവനങ്ങളിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. ഏകദേശം 11 പേര് ഇതിനോടകം മരിച്ചിരിക്കുന്നു. ആരെ നമുക്ക് ബ്ലെയിം ചെയ്യുവാൻ സാധ്യമായി തീരും? ആർക്ക് നേരെ വിരൽ ചൂണ്ടുവാൻ സാധ്യമായി തീരും? ആരെ കുറ്റം വിധിക്കുവാൻ സാധ്യമായി തീരും? ട്രംപിനെ പരിഹസിക്കുന്നവരുണ്ട്, അമേരിക്കയെ പരിഹസിക്കുന്നവരുണ്ട്. അവർ ചെയ്ത എന്തെങ്കിലും കുറ്റത്തിൻ്റെ പരിണതഫലമായി ആ നഗരം കത്തുകയാണെന്ന് പറയുന്നവരുണ്ട്. എന്താണെങ്കിലും 2025 എന്നുള്ള ഈ പുതിയ വർഷം തുടങ്ങുന്നത് പ്രശ്നങ്ങളോടുകൂടിയാണ്. എവറി ടൗൺ ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലഡ് ആൻഡ് ഫയർ. ഈ ഭൂമിയിലെ എല്ലാ നഗരങ്ങളും, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന നഗരം മുതൽ ഞാനിരിക്കുന്ന നഗരം വരെയുള്ള എല്ലാ നഗരങ്ങളും ഏത് സമയവും ഏത് രീതിയിലുമുള്ള ഒരു വിപത്ത് നടക്കത്തക്ക രീതിയിൽ കേപ്പബിളാണ്, അതിന് സാധ്യമാകും എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു പട്ടണം കത്തുമ്പോൾ മറ്റ് പട്ടണത്തിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് ആ പട്ടണം കത്തിയമർന്നത് കണ്ട് അതിനെ ആഘോഷിക്കുന്നവരായി തീരാതെ നിങ്ങളിരിക്കുന്ന പട്ടണവും ഞാനിരിക്കുന്ന പട്ടണവും ഈ ഭൂമിയിലെ ഏത് പട്ടണവും ഏത് സമയവും കത്തിച്ചാമ്പലാകുവാനും
വെള്ളം കീറി നശിക്കുവാനും കേപ്പബിളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൂമിയിലാണോ നിങ്ങൾ പാർക്കുന്നത്? ഈ ഭൂമിയിലെ വിപത്തുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ക്ഷാമങ്ങൾ ഈ ഭൂമിയിൽ ഏത് നഗരത്തിനുമുണ്ടാകും. ഏത് വലിയ നഗരമാണെങ്കിലും, ഏത് കെട്ടി അടയ്ക്കപ്പെട്ട നഗരമാണെങ്കിലും അവിടെ നടക്കും. അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതാണെങ്കിൽ അതവിടെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ഈ ഭൂമി തീക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഭൂമിയാണ്, തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണെന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്. അതെ, നമ്മുടെ ഈ ഭൂമി കത്തിച്ചാമ്പലാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചാമ്പലായി അത് ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുക, പുതിയ ആകാശത്തിന് വേണ്ടി, പുതിയ ഭൂമിക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ സകല ദുഷ്ടതകളും അത് കത്തി എരിയപ്പെടേണ്ടതായിട്ടുണ്ട്. കറപ്റ്റഡ് ആയിട്ടുള്ള ഈ ഭൂമി കത്തിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൊരു ഭൂമിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതും ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നുവെന്നോ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവവചനം നമ്മളോട് പറയുന്ന ആഹ്വാനം എന്ന് പറയുന്നത്.